അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന ടോപ്പിക്ക് ഊർജവും അതിൻ്റെ പരിപ്രവർത്തനവും അതുപോലെ തന്നെ താപവും ഊഷ്മാവും എന്ന ഭാഗമാണ് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഊർജവും പ്രവൃത്തിയും അതുപോലെ തന്നെ ഊർജവും അതിൻ്റെ പരിപ്രവർത്തനവും താപവും ഊഷ്മാവും എന്ന ഭാഗം. ഓക്കെ, അപ്പോൾ പ്രവൃത്തി ഊർജ്ജമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. 28ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ വെബ്കോ LDCയുടെ PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാതാണ്. ഓക്കെ, PDF നോട്ട് CA നോട്ടൊക്കെ ലഭിക്കും, അതുപോലെ തന്നെ എക്സാമും ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങളെന്ന് പറയുന്നത്. ഇന്ധനങ്ങളെ പ്രധാനമായിട്ട് 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഖര ഇന്ധനം, ദ്രാവക ഇന്ധനം, വാതക ഇന്ധനം. ഓക്കെ, വാതക ഇന്ധനത്തിലാണ് LPG ഒക്കെ വരുന്നത്. ഓക്കെ, അടുത്ത വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂൽ എന്ന് പറയുന്നത്. ഇന്ധനത്തിൽ നിന്ന് ഊർജം പുറത്തു വരുന്നതിന് കാരണം ജ്വലനാണ്, കത്തുന്നതാണ്. അടുത്ത ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് ആഹാരത്തിലൂടെയാണ്. വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ വായുവിലെ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ വായുവിലെ ഓക്സിജനാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ശരീരത്തിൽ ഓക്സിജൻ എത്തുന്നത് ശ്വസനത്തിലൂടെയാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അടുത്തത് പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്ന കേന്ദ്രങ്ങളാണ് പെട്രോളിയം റിഫൈനറികൾ എന്നറിയപ്പെടുന്നത്. ഊർജ്ജ സ്രോതസ്സുകളെ 2ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. കോടിക്കണക്കിന് വർഷം മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടുപോയ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് പെട്രോളിയം എന്ന് പറയുന്നത്. പ്രകൃതി പ്രതിഭാസം മൂലം വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടുപോയ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് കൽക്കരി എന്ന് പറയുന്നത്. ഓക്കെ, 2 ശ്രദ്ധിച്ചോളാം. അടുത്ത് പെട്രോളിയം, കൽക്കരി എന്നിവ ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. പെട്രോളിയം, കൽക്കരി എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് ഇവ അറിയപ്പെടുന്നതാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ അഥവാ കൺവെൻഷണൽ ഫ്യൂൽസ് എന്നറിയപ്പെടുന്നത്. ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ തീർന്നു പോകുന്ന ഇന്ധനങ്ങളാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്ത് വിറകൊരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. അത് ഉദാഹരണം എന്ന് പറയുന്നത് സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവയാണ്. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമായി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. സോളാർ സെല്ലുകളുടെ നിരകളാണ് സൗരോർജ്ജ പാനൽ എന്ന് പറയുന്നത്. കോഴിമുട്ട വിരിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇൻക്യുബേറ്ററാണ്. ഇതിൽ ഏത് തരം ബൾബാണ് അഭികാമി എന്ന് വെച്ചാൽ ഫിലമെൻ്റ് ബൾബാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 ഓർത്ത് വയ്ക്കുക. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂൾ എന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത പോലെ നോക്കാം. വിവിധ ഊർജ്ജ രൂപങ്ങളാണ് യാന്ത്രികോർജ്ജം, താപോർജ്ജം, വൈദ്യുതോർജ്ജം, പ്രകാശോർജ്ജം, ശബ്ദോർജ്ജം, കാന്തികോർജ്ജം, രാസോർജ്ജം, യാന്ത്രികോർജ്ജം. യാന്ത്രികോർജ്ജത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ഒരു സ്റ്റേറ്റ് ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ കുറച്ച് തന്നിട്ട് വിവിധ രൂപങ്ങൾ, എനർജി രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ യാന്ത്രികോർജ്ജത്തിൻ്റെ 2ആയി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഓക്കെ, അടുത്ത് ഒരു വസ്തുവിൻ്റെ അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് എന്ന് പറയുന്നത് ഗതികോർജ്ജം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം മാസ്, പ്രവേഗം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിശ്ചലാവസ്ഥയിരിക്കുന്ന വസ്തുവിൻ്റെ ഗതികോർജ്ജം 0ആണ്. അപ്പോൾ നിശ്ചലാവസ്ഥയിൽ ഒരു വസ്തു ഇരിക്കാൻ അതിന് എന്ത് ചെയ്യാം? ഗതികോർജ്ജമില്ല. അതിന് മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തില്ല? ഗതികോർജ്ജം ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക. കാരണം നിശ്ചലാവസ്ഥയ്ക്ക് പ്രവേഗം 0ആയിരിക്കും. പ്രവേഗത്തിനെയും മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറയുന്നത്? ഗതികോർജ്ജം കണക്കാക്കുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്ന പൂച്ചട്ടി സൺഷെയ്ഡിൽ മുകളിലായിരിക്കുമ്പോൾ അതിന് ഏത് രൂപത്തിൽ ഊർജ്ജമാണുള്ളത് എന്ന് വെച്ചാൽ സ്ഥിതികോർജ്ജമാണ്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള പോയിൻ്റാണ്. സെസ് ഓർത്ത് വയ്ക്കുക. താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചട്ടിയിൽ ഏതെല്ലാം ഊർജ്ജ രൂപങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഗതികോർജ്ജവും സ്ഥിതികോർജ്ജവുമാണ്. പൂച്ചട്ടി താഴെ വീഴുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചാൽ സ്ഥിതികോർജ്ജം കുറയുന്നു. പൂച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജം കൂടുമോ കുറയുമോ എന്ന് വെച്ചാൽ ഗതികോർജ്ജം കൂടും. ഓക്കെ, താഴേക്ക് വരുന്നില്ല. ഈ പ്രോസസ്സാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡാമുകളിൽ ഉപയോഗിക്കുന്നത്. ഡാമിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പ് യൂസ് ചെയ്ത് ഈ വലിയ ഉയരത്തിൽ ഡാം വയ്ക്കും. അതിനുശേഷം എന്ത് ചെയ്യും? പെൻസ്റ്റോക്ക് പൈപ്പ് യൂസ് ചെയ്ത് ആ പവർ യൂസ് ചെയ്ത്, ആ വെള്ളത്തിൻ്റെ പവർ യൂസ് ചെയ്ത്
ഗതികോർജ്ജം കൂട്ടി എന്ത് ചെയ്യും, ടർബൈൻസ് കറക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടൊരു ഉദാഹരണം, പൂച്ചട്ടി താഴെ വീഴുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജം എന്ത് ചെയ്യും, കൂടുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണത്തിലെ രീതിയിൽ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അടുത്ത, പൂച്ചട്ടി തറയിൽ പതിക്കുമ്പോൾ തൊട്ട് മുമ്പ് വരെ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്തെന്ന് വെച്ചാൽ സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപങ്ങളുടെ പ്രധാന ഉറവിടം എവിടെയെന്ന് വെച്ചാൽ സൂര്യനാണെന്നറിയാം. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഓർത്തുവയ്ക്കുക, ഇന്ധനങ്ങൾ, സൂര്യൻ, പവർ സ്റ്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഊർജ്ജ രൂപങ്ങൾ ലഭിക്കുന്നത്. ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് ഭാഗം മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് നഷ്ടപ്പെടുന്നു. ഈ നഷ്ടം ഊർജ്ജ പ്രതിസന്ധിക്ക് പ്രധാന കാരണമാകുന്നു. ഒരു ഊർജ്ജത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ഊർജ്ജങ്ങൾ നഷ്ടപ്പെടുന്നു. അതിനെയാണ് ഊർജ്ജ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത്, ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രതിപ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാകുന്നതാണ് പൂർണ്ണ ജ്വലനം അഥവാ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാകുന്നതാണ് പൂർണ്ണ ജ്വലനം എന്ന് പറയുന്നത്. അടുത്ത്, ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ ജ്വലനത്തിൻ്റെ തോത് എന്ത് ചെയ്യും, കുറയും. ഓക്കെ. അപ്പോൾ ജ്വലിക്കാൻ സഹായിക്കുന്ന വാതകമാണ് നമ്മളെന്ന് പറഞ്ഞു ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത്, ഓക്സിജൻ ഏറ്റവും കുറവായാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. ഇത്തരം ജ്വലനത്തെയാണ് എന്ത് പറയുന്നത്, ഭാഗിക ജ്വലനം അഥവാ പാർഷ്യൽ കമ്പഷൻ എന്ന് പറയുന്നത്. വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അനുവദിക്കപ്പെട്ട അളവിലും കൂടുതലുണ്ടോ എന്നറിയാൻ പരിശോധനയാണ് പുക പരിശോധന, പൊല്യൂഷൻ ടെസ്റ്റ്. ആദിമ മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയെടുത്ത ഊർജ്ജരൂപമാണ് താപം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കല്ലുകളൊക്കെ വരച്ച് എന്ത് ചെയ്ത് തീ കണ്ടുപിടിച്ച്. ഓക്കെ. അപ്പോൾ അത് ആദ്യമായി കണ്ടെത്തിയ ഊർജ്ജരൂപം എന്ന താപമാണ്. കത്തുമ്പോൾ ധാരാളം താപം പുറത്തുവിടുന്നവയാണ് എന്തെന്ന് പറയുന്നത്, ഇന്ധനങ്ങളെന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണെന്ന് ഓർത്ത് വയ്ക്കുക. കൽക്കരിയുടെ പ്രധാന ഘടകം കാർബണാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിൻ കോള്, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കിട്ടുന്ന പ്രോഡക്റ്റിൽ കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്, പീറ്റ് എന്നും ലിഗ്നൈറ്റ്, ബിറ്റുമസ് കോളും ആന്ത്രാസൈറ്റ് എന്ന 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ ലഭിക്കുന്നതാണ് അമോണിയം, കോൾ ഗ്യാസ്, കോൾട്ടാർ, കോക്ക്. ഓക്കെ. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകങ്ങളിൽ നിന്ന് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് CNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ LPG എന്നിവ നിർമ്മിക്കുന്നു. CNG, LPG എന്നിവയുടെ പ്രധാന ഘടകം ഏതാണ്, മീഥേനാണെന്ന് ഓർത്ത് വയ്ക്കുക. സ്കൂൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ട് ഓർത്ത് വെച്ചുള്ള എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. CNG, LNG എന്നിവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ. അടുത്ത, പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്നതാണ് LNGയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അന്തരീക്ഷ താപനിലയെ വീണ്ടും ബാധകമാക്കി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും കഴിയും എന്നതാണ് LNGയുടെ പ്രത്യേകതയാണ്. അടുത്തത്, LPGയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ അവസരത്തിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, നമുക്കറിയാം യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ LPGയുടെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഒരു കറണ്ട് അഫയേഴ്സ് കൊണ്ട് ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ LPG നൽകുന്ന രാജ്യം എന്ന് വെച്ചാൽ അമേരിക്കയായിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അടുത്ത്, പെട്രോളിയത്തെ അംശശോധനം ചെയ്യുമ്പോൾ കിട്ടുന്നത് നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ് ഈഥൈൽ മെർകാപ്റ്റം എന്ന് ഓർത്ത് വയ്ക്കുക. LPGയുടെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടേൻ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബ്യൂട്ടേനാണ് പ്രധാന ഘടകം. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ഇന്ധനത്തിൻ്റെ കലോറി മൂല്യം എന്ന് പറയുന്നത്. കലോറി മൂല്യത്തിൻ്റെ യൂണിറ്റാണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് E=mc². അടുത്ത്, ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമായി മാറ്റി സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഏതെന്ന് ചോദിച്ചാൽ സമ്പുഷ്ട യുറേനിയമാണ്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം അഥവാ ഗ്രീൻ എനർജി. ഹരിതോർജ്ജം ക്ലീൻ എനർജി എന്നും പറയപ്പെടുന്നു. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും അറിയപ്പെടുന്നതാണ് ബ്രൗൺ എനർജി.
ആഗോളതാപനം ഉൾപ്പെടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ബ്രൗൺ എനർജി. ഒരു പദാർത്ഥത്തിൽ തന്മാത്രയുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം എന്ന് പറയുന്നത്. താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ഡൂളാണ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക് എഞ്ചിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അടുത്ത് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണെന്നറിയാം. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ എന്ന് ഓർത്തിരിക്കുക. സാധാരണ താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റാണ് ജൂള്. താപോർജ്ജത്തിൻ്റെ അളവ് കലോറി യൂണിറ്റിലും അളക്കാറുണ്ട്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനിലയാണ് 273.15 ഡിഗ്രി സെൽഷ്യസ് അഥവാ അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം പൂർണ്ണമായി നിലയ്ക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് സീറോ എന്നറിയുന്നത്. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്ററാണ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അത് വേർഡിൽ നിന്ന് തന്നെ കിട്ടും, ക്രയോമീറ്റർ. ഓക്കെ. അടുത്ത് ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തോമസ് ഗ്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഫാരൻഹീറ്റ്. സങ്കോചിക്കാനും ഗസിക്കാനും ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് മെർക്കുറിയാണെന്നറിയാം. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട്. താപനില വർധന ഫലമായി ഒരു വസ്തുവിൻ്റെ വലിപ്പത്തിലുണ്ടാകുന്ന വർധന അറിയപ്പെടുന്ന താപീയ വികാസം. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ്. താപനില വർധനയുടെ ഫലമായി ഒരു വസ്തുവിൻ്റെ നീളത്തിലുണ്ടാകുന്ന വികാസത്തെ അറിയപ്പെടുന്ന രേഖീയ വികാസം അഥവാ ലീനിയർ എക്സ്പാൻഷൻ. താപീയ വർധനയുടെ ഫലമായി ഒരു വസ്തുവിൻ്റെ പരപ്പളവിലുണ്ടാകുന്ന വികാസത്തെ അറിയപ്പെടുന്ന പരപ്പളവ് വികാസം അഥവാ ഏരിയ എക്സ്പാൻഷൻ. അതുപോലെ ഒരു വസ്തുവിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് താപപ്രേഷണം അഥവാ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന താപനില വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടാണ്. അടുത്ത് താപപ്രേഷണം നടക്കുന്ന 3 രീതിയിലാണ്. ഒന്നാമത്തെ ചാലനം അഥവാ കണ്ടക്ഷൻ, രണ്ടാമത്തെ സംവഹനം അഥവാ കൺവെക്ഷൻ, മൂന്നാമത് വികിരണം അഥവാ റേഡിയേഷൻ. ഒരു വസ്തുവിൻ്റെ അടുത്തടുത്ത് 2 ഭാഗങ്ങളുള്ള താപനില വ്യത്യാസത്തിൻ്റെ ഫലമായി താപം കൈമാറ്റം ചെയ്യുന്ന രീതിയെ ചാലനം എന്ന് പറയുന്നു. ഓക്കെ, ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന്. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണ രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായി ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. താപനില താഴ്ത്തി ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസമാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചത് കാമർലിംഗ് ഓൺസ് ആണ്. 1911 പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത എന്ന് പറയുന്നത്. വിശിഷ്ട താപധാരിത പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ താപനിലയെയും ആശ്രയിച്ചിരിക്കുന്നു. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റാണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണെന്ന് ഓർത്തിക്കുക. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം സ്വർണ്ണമാണെന്ന് ഓർത്തിക്കുക. കേവല പൂജ്യം എത്തിച്ചേരാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവാണ് 273 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന 4 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർത്തിക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് ഓർത്തിക്കുക. ജലത്തിൽ ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ് 39 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 310 കെൽവിൻ ആണെന്ന് ഓർത്തിക്കുക. അടുത്ത് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് 500 ഡിഗ്രി താപനിലയാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വർണ്ണത്തിൻ്റെ ദ്രവണാങ്കം 1063 ഡിഗ്രി സെൽഷ്യസ്. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഖരം ദ്രാവകമായി മാറുന്ന അവസ്ഥ മാറ്റത്തെ അറിയപ്പെടുന്ന ദ്രവീകരണ അഥവാ മെൽറ്റിംഗ്. ദ്രാവകം ഖരമായി മാറുന്ന അവസ്ഥയാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്.
ഒരു സ്റ്റാൻഡേർഡ് അന്തരീക്ഷമർദ്ദത്തിൽ ഒരു പദാർത്ഥത്തിൻ്റെ ദ്രവണാങ്കത്തെ അറിയപ്പെടുന്ന സാധാരണ ദ്രവണാങ്കം അഥവാ നോർമൽ മെൽറ്റിംഗ് പോയിൻറ്റ്. ഒരു പദാർത്ഥത്തിൻ്റെ ദ്രാവകവാതക അവസ്ഥകൾ ഒരുമിച്ച് നിലനിർത്തുന്ന താപനില അറിയപ്പെടുന്നതാണ് തിളനില അഥവാ ബോയിലിംഗ് പോയിൻറ്റ്. സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്ത് സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന താപനിലയാണ് ഖരാങ്കം അഥവാ ഫ്രീസിംഗ് പോയിൻറ്റ്. ദ്രാവകാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് അവസ്ഥാമാറ്റം സംഭവിക്കുന്ന പ്രക്രിയ ഉത്പാദനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയും. ജലത്തിൻ്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 273 കെൽവിൻ. ജലത്തിൻ്റെ തിളനില ചോദിച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് ഫാരൻഹീറ്റിലാണെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിനാണെങ്കിൽ 373. ഒരു കിലോഗ്രാം ഖരവസ്തു അതിൻ്റെ ദ്രവണാങ്കത്തിൽ വെച്ച് താപനിലയിൽ വ്യത്യാസമില്ലാതെ പൂർണ്ണമായും ദ്രാവകമായി മാറാൻ സ്വീകരിക്കുന്ന താപത്തിൻ്റെ അളവാണ് ദ്രവീകരണ ലീനതാപം. ദ്രവീകരണ ലീനതാപത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ കിലോഗ്രാം. അന്തരീക്ഷ വായുവിലെ നീരാവിയുടെ അളവ് ആർദ്രത എന്നറിയപ്പെടുന്നു. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.